നമുക്ക് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ശരിയാണ്. ബൽറാം, സാധാരണഗതിയിൽ NHAI ചെയ്യാത്തൊരു കാര്യമാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് പാലം സ്വന്തം ചെലവിൽ കോൺട്രാക്ടർ നിർമ്മിച്ച് നൽകണമെന്നൊക്കെ തീരുമാനിക്കുക. ഇത്രയും കർക്കശമായ തീരുമാനങ്ങളുമായി ഈ ദേശീയ ഹൈവേ അതോറിറ്റി മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനെതിരെ ഉയർന്ന വിമർശനങ്ങളാണോ? എസ്കെൻ, മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉടൻ തന്നെ ഈ കമ്പനിക്കെതിരായ നടപടികൾ എടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ദേശീയപാത അതോറിറ്റിയിലും നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ സൈറ്റ് എഞ്ചിനീയറെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനവും ദേശീയപാത അതോറിറ്റി എടുത്തിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ SKN സൂചിപ്പിച്ച പോലെ തന്നെ അപൂർവമായ ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ ഈ തകർന്ന സ്ഥലത്ത് പാലം പണിയണം എന്നുള്ള നിർദ്ദേശവും ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുകയാണ്. നേരത്തെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും അതിൽ ഗുരുതരമായ വീഴ്ച ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായുള്ള റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ സ്ഥലത്തെ മണ്ണിന്റെ വയൽ ഉൾപ്പെടുന്ന മേഖലയാണ് അത്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിന്റെ പരിശോധന നടത്തിയില്ല എന്നും അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായില്ല എന്നുമുള്ള ഒരു വിലയിരുത്തലാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ശുപാർശയായി മുന്നോട്ട് വെച്ച കാര്യം എന്നുള്ളത് ആ തകർന്ന ഇടത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം റോഡ് പുനർനിർമ്മിക്കണമെന്നും ഈ പ്രശ്നമുള്ള പ്രദേശത്ത് പാലം നിർമ്മിക്കുക എന്ന ഒറ്റ പരിഹാരം മാത്രമാണ് ഉള്ളത് എന്നുമാണ്. ആ പാലം കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിലവിലുള്ള സാഹചര്യം ഈ ദേശീയപാതയുടെ മൊത്തം നിർമ്മാണങ്ങൾ വിലയിരുത്തുന്നതിനായ 3 അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രം. അത് ഈ ഒരു പദ്ധതി മാത്രമല്ല 17 പദ്ധതികൾ സംബന്ധിച്ചുള്ള സമഗ്രമായ വിലയിരുത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. CRRIയുടെ ചീഫ് സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കിഷോർ കുമാറിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സമിതിയായിരിക്കും ഇത്തരത്തിൽ ഈ വിവിധ ദേശീയപാത പദ്ധതികൾ പരിശോധിക്കുക. ഒപ്പം തന്നെ V. അമ്പിളി, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരള യൂണിറ്റിന്റെ ഭാഗമായ വ്യക്തി. ഇതോടൊപ്പം തന്നെ ഡോക്ടർ സുധീഷ് TK, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗ്, IIT പാലക്കാട്. ഈ 3 പേരടങ്ങുന്ന സമിതിയായിരിക്കും ഈ ദേശീയപാത പദ്ധതികൾ സംബന്ധിച്ച് പഠിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഡോക്ടർ GV റാവുവിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതി രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തുടർന്ന് ഈ 3 അംഗ സമിതിയുടെ റിപ്പോർട്ട് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. SKN.